നമ്മുടെ ഈ മടക്കയാത്രയിൽ നമുക്കൊരു പ്ലാൻ ബി എന്ന് പറഞ്ഞൊരു കാര്യമില്ലായിരുന്നു. നമ്മൾ ഇങ്ങനെയൊരു പ്രശ്നങ്ങളൊക്കെ വരും എന്നൊന്നും നമ്മൾ ചിന്തിക്കാഞ്ഞുകൊണ്ട് നമ്മളൊരു പ്ലാൻ ബി ഇട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ സിലിഗുരിയിൽ നിന്ന് തിരിച്ചു പോരുന്ന സമയത്ത് നമ്മൾ ആകെ ബ്ലാങ്ക് ആയിപ്പോയി. പിന്നെ നമ്മൾ കുറേ സമയമെടുത്ത് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഒന്ന് കൂളായതിന് ശേഷമാണ് പിന്നെ ഇതെങ്ങനെ തിരിച്ചു പോകാമെന്നതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ നിന്നിടത്തു നിന്ന് ഏറ്റവും എളുപ്പം നമുക്ക് നാട്ടിലെത്താനായിട്ടുള്ളൊരു മാർഗം എന്ന് പറഞ്ഞാൽ സിലിഗുരിയിൽ നിന്ന് നേരെ ഇവിടെ വരിക, നമ്മുടെ ലക്നൗ വന്ന് അങ്ങനെ പോകാനായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. അപ്പം നോക്കിയപ്പോഴത്തേന് ആ വഴിയിലുള്ള ചാർജിങ് സ്റ്റേഷൻസ് ഒന്നും വർക്കിംഗ് അല്ല, കറക്റ്റായിട്ടുള്ള ചാർജിങ് സ്റ്റേഷൻസ് ഒന്നുമില്ല. അങ്ങനെ വന്നപ്പോൾ പിന്നെ നമ്മൾ ബീഹാറിൽ നിന്ന് പാറ്റ്ന, നേരെ ബീഹാർ വന്നു, അവിടുന്ന് പാറ്റ്ന വന്നു. അവിടെയും ഒരുപാട് ചാർജിങ് സ്റ്റേഷൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ഒരു വിധത്തിൽ പാറ്റ്ന വരെ എത്തി. പാറ്റ്നയിൽ നിന്ന് പിന്നെ നമ്മൾ അടുത്ത ആദ്യത്തെ ചാർജിങ് 184 കിലോമീറ്റർ അപ്പുറയാണ്. അത് രാവിലെ ഓടിച്ച് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ നോക്കുമ്പം റേവ എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് എത്തേണ്ടത്. 239 കിലോമീറ്റർ ഉണ്ട് നമുക്കവിടെ എത്താൻ. റിസ്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്കുള്ള 2 ചാർജിങ് സ്റ്റേഷൻ വർക്കിംഗ് അല്ല. ഒന്നൊരു സ്റ്റാറ്റിക്കിൻ്റെയും ഒന്നൊരു ജിയോയുടെയാണ്, 2 വർക്കിംഗ് അല്ല. പിന്നെ നേരെ നമ്മൾ പ്രയാഗ്രാജിന് പോയി. ഈ നമ്മൾ നിന്നിരുന്ന സ്ഥലത്തു നിന്ന് ഒരു 139 കിലോമീറ്റർ പ്രയാഗ്രാജിലോട്ട് യാത്ര ചെയ്തിട്ടാണ് അവിടെ പോയി ജിയോയുടെ ചാർജറിൽ ചാർജ് ചെയ്ത് അതിനുശേഷം വീണ്ടും 110-120 കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മൾ റവായി വന്നു. അവിടുന്ന് പിന്നെ ജബൽപൂർ, നാഗ്പൂർ, അങ്ങനെ ഹൈദരാബാദ്, അങ്ങനെ ഒരേ സ്ഥലം കവർ ചെയ്ത് നമ്മളിങ്ങ് പോരുമായിരുന്നു. ഈ നമുക്കൊരു പ്ലാൻ ബി, എപ്പോഴും യാത്രയിലൊരു പ്ലാൻ ബിയും കൂടെ നമ്മൾ ചിന്തിക്കണം എന്നുള്ളത് എനിക്ക് ഈ പ്രാവശ്യത്തെ യാത്രയിലാണ് മനസ്സിലായത്. നമ്മളങ്ങനെ ഒരു കാര്യത്തെപ്പറ്റിയേ ചിന്തിച്ചിട്ടില്ലായിരുന്നു. നമ്മളങ്ങനെ നമ്മുടെ യാത്രയുടെ അവസാനത്തെ ഒരു ഏരിയയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം ബാംഗ്ലൂരിൽ നിന്ന് മൈസൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൈസൂരിൽ നിന്ന് നമ്മൾ നേരെ ഹുൻസൂർ വഴി വിരാജ്പേട്ടയ്ക്ക് പോകും. അവിടുന്ന് നേരെ കൂട്ടുപുഴ, കേരളത്തിലുള്ള കണ്ണൂർ ജില്ലയിലെ കൂട്ടുപുഴയിലോട്ട് ചെന്ന് കയറും. അങ്ങനെ ഇരിട്ടി വഴി അങ്ങനെ അങ്ങ് പോകാവുന്ന ഓർത്താണ് ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 20 ദിവസത്തെ റോഡ് ട്രിപ്പിന് ശേഷം നമ്മുടെ കേരളത്തിൽ, അത് കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിയിൽ കൂട്ടുപുഴ എന്ന സ്ഥലത്ത് നമ്മൾ പ്രവേശിക്കുകയാണ്. 20 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ എത്തി. മഴ പെയ്തതിന്റെ ഒരു കുളിരും, അതെ, കുളിരുമൊക്കെ ഉണ്ട്. ചില ദിവസം ചൂടിന്റെ ചെളുപ്പമൊക്കെ അങ്ങ് മാറി. ചൂടല്ല, തീക്കാറ്റ്. ചൂടെന്ന് പറഞ്ഞാൽ മോശമായി ഇപ്പോൾ. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ കേരളത്തിൽ കയറിയിട്ടില്ല, കേരളത്തിലോട്ട് കയറാൻ പോകുന്നു. ഇങ്ങനെ കൂട്ടുപുഴ പാലത്തേക്കൂടെ കയറി നമ്മൾ കേരളത്തിലോട്ട് പ്രവേശിക്കുകയാണ്. ചെക്ക് പോസ്റ്റ് അല്ലേ, കൂട്ടുപുഴ പാലമാണ് നമ്മുടെ ബോർഡർ. 26 ഡിഗ്രി.
26 20 ഡിഗ്രി കൂടുതലായിരുന്നു. എന്തോ ഉഷ്ണതരംഗം എന്തോ ആയിരുന്നു മെയിനായിട്ട്, അതുകൊണ്ടാണ് അത്ര ചൂട് വന്നത്. എന്താണെങ്കിലും ഞങ്ങൾ കരിഞ്ഞുണങ്ങി. അടുപ്പിലിട്ട പോലായിരുന്നു അവസ്ഥ. അതിൻ്റെ കൂടെ ചാർജിങ് സ്റ്റേഷനും ഇല്ല. AC ഇട്ട് ഓടിക്കാൻ പറ്റുന്നില്ല. AC ഇട്ട് ഓടിച്ചാൽ കിട്ടുന്നത് 100-130 കിലോമീറ്റർ മൈലേജ്. ഒരു തണലും ഇല്ല, മലക്കാരും ഇല്ലാത്തടത്ത് ചാർജ് സ്റ്റേഷൻ മിക്കടത്തും കാണും. എന്താ ഞങ്ങളത് പൊടിക്കാറ്റും കൂടെ അടിച്ചു ദേ അങ്ങനെ നമ്മൾ കേരളത്തിൽ കയറി. ഇനി എത്ര പോലീസുകാർ പിടിക്കുമെന്നുള്ളത് കണ്ടറിയണം. സ്റ്റിക്കർ അതിന് വേണ്ട ഉള്ള സാധനം ഒന്നും ഇല്ലല്ലോ അല്ലേ.